Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് The Cart Maker and His Camels. A poor cart maker lived in a village. ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ഉന്തുവണ്ടി നിർമ്മിക്കുന്ന പുരുഷൻ ഉണ്ടായിരുന്നു. പൂവർ എന്നാൽ പാവപ്പെട്ട, കാർട്ട് എന്നാൽ ഉന്തുവണ്ടി, കാളവണ്ടി, ഇതൊക്കെയാണ് അർത്ഥം. മേക്കർ എന്നാൽ നിർമ്മിതാവ്, ലിവ്ഡ് എന്നാൽ ജീവിച്ചിരുന്നു. ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ. ബട്ട് ദർ വാസ് എ വെരി ലിറ്റിൽ വർക്ക് ഫോർ ഹിം. പക്ഷെ അദ്ദേഹത്തിന് അവിടെ കുറച്ച് ജോലികൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. സോ ആയതിനാൽ ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ദാറ്റ് ഹി വുഡ് ഹാവ് ടു തിങ്ക്, അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വരും, ഓഫ് ഡൂയിങ് സം അതർ വർക്ക്, മറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി. ഇഫ് ഹി വാസ് ടു ഏൺ സം മണി, അദ്ദേഹത്തിന് കുറച്ച് പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ. ആ സ്ഥലത്ത് ജോലി കുറവായത് കാരണം അദ്ദേഹം മറ്റൊരു ജോലി ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചു. കുറച്ച് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ജോലി ചെയ്യേണ്ടി വരും. ഹി വാസ് ഗോയിങ് ടു നെയ്ബറിംഗ് വില്ലേജ്, അദ്ദേഹം അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ഓൺ ദ വേ ഹി സോ എ ഫീമെയിൽ ക്യാമൽ ദാറ്റ് ഗേവ് ബർത്ത് ടു എ ബേബി. ഓൺ ദ വേ, വഴിയിൽ വച്ച്, ഹി സോ, അദ്ദേഹം കണ്ടു, എ ഫീമെയിൽ ക്യാമൽ, ഒരു പെൺ ഒട്ടകം, ദാറ്റ്, അത്, ഗേവ് ബർത്ത് ടു എ, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് കണ്ടു. ഗേവ് ബർത്ത് ടു എന്നാൽ ജന്മം നൽകുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ഗേവ് ബർത്ത് ടു. ഹി ഗേവ് ദ ക്യാമൽ ലീവ്സ് ടു ഈറ്റ് ആൻഡ്. ഹി ഗേവ്, അദ്ദേഹം നൽകി, ദ ക്യാമൽ, ആ ഒട്ടകത്തിന്, ലീവ്സ് എന്നാൽ ഇലകൾ, ടു ഈറ്റ്, എന്തിന്, ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. വെൻ ഷി വാസ് സ്ട്രോങ് ഇനഫ്, അവൾക്ക് വേണ്ടത്ര ശക്തി ലഭിച്ചപ്പോൾ, ടുക്ക് ഹർ, എന്താണ്, അവളെ എടുത്തു, ആൻഡ് ദ ബേബി ക്യാമൽ. ഇവിടെ ടുക്ക് എന്നതിന് കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. ആ അമ്മയായിട്ടുള്ള ഒട്ടകത്തെയും ആൻഡ് ദ ബേബി, ആ കുഞ്ഞിനെയും, ടു ഹിസ് ന്യൂ ഹോം, അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലേക്ക്. ഹി ലുക്ക്ഡ് ആഫ്റ്റർ ദം വിത്ത് ഗ്രേറ്റ് കെയർ ആൻഡ് ദ ഗ്രൂ ഹെൽത്തി ആൻഡ് സ്ട്രോങ്. അദ്ദേഹം അവരെ നന്നായി പരിചരിച്ചു, അവർ ആരോഗ്യം ഉള്ളവരായും ശക്തിയുള്ളവരായും വളർന്നു. ലുക്ക് ആഫ്റ്റർ എന്നാൽ പരിചരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ലുക്ക്ഡ് ആഫ്റ്റർ, പരിചരിച്ചു. വിത്ത് ഗ്രേറ്റ് കെയർ, വളരെ നന്നായിട്ട് എന്നുള്ള അർത്ഥമാണ്. ഗ്രൂ എന്നാൽ വളർന്നു, ദ ഗ്രൂ, അവർ വളർന്നു. ഹെൽത്തി ആൻഡ് സ്ട്രോങ്, ആരോഗ്യമുള്ളവർ, ശക്തിയുള്ളവരായിട്ടും. ഹി വാസ് വെരി ഫോണ്ട് ഓഫ് ദ യങ് ക്യാമൽ ആൻഡ് ടൈഡ് എ ബെൽ അറൗണ്ട് ദ ക്യാമൽസ് നെക്ക്. അദ്ദേഹത്തിന് ആ ഒട്ടക കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം അതിൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടി. ഫോണ്ട് ഓഫ് എന്നാൽ ഇഷ്ടമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. യങ് ക്യാമൽ എന്നാൽ കുഞ്ഞായിട്ടുള്ള ഒട്ടകം. ടൈഡ് എന്നാൽ കെട്ടി. നെക്ക് എന്നാൽ കഴുത്ത്. ക്യാമൽസ് നെക്ക്, ഒട്ടകത്തിൻ്റെ കഴുത്ത്. ഹി സോൾഡ് ദ ക്യാമൽസ് മിൽക്ക് ആൻഡ് ഡിസൈഡഡ് ദാറ്റ് ദിസ് വർക്ക് വുഡ് ബി റൈറ്റ് ഫോർ ഹിം. ഹി സോൾഡ്, അദ്ദേഹം വിറ്റു, ദ ക്യാമൽസ് മിൽക്ക്, ഒട്ടകത്തിൻ്റെ പാല്, ആൻഡ് ഡിസൈഡഡ് ദാറ്റ്, അദ്ദേഹം വിചാരിച്ചു, ദാറ്റ് ദിസ് വർക്ക്, ഈ ജോലി, വുഡ് ബി റൈറ്റ് ഫോർ ഹിം, ഈ ജോലി അദ്ദേഹത്തിന് യോജിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നല്ലതായിരിക്കാം എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഹി വെൻറ്റ് ടു ദ സിറ്റി ആൻഡ് ബോട്ട് അനദർ ക്യാമൽ. അദ്ദേഹം പട്ടണത്തിലേക്ക് പോയി മറ്റൊരു ഒട്ടകത്തെയും വാങ്ങി. ഹി വെൻറ്റ് എന്നാൽ അദ്ദേഹം പോയി, ടു ദ സിറ്റി, പട്ടണത്തിലേക്ക്, ബോട്ട് എന്നാൽ വാങ്ങി, അനദർ ക്യാമൽ എന്നാൽ മറ്റൊരു ഒട്ടകത്തെ. ആൻഡ് സൂൺ ഹി ഹാഡ് സെവറൽ ക്യാമൽസ് ആസ് ഹിസ് പ്രോപ്പർട്ടി. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായിട്ട് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായി.
സെവറൽ ക്യാമൽസ് എന്നാൽ ഒരുപാട് ഒട്ടകങ്ങൾ. പ്രോപ്പർട്ടി എന്നാൽ സമ്പാദ്യം, സ്വത്ത്, ധനം, ഇതൊക്കെയാണ് അർത്ഥം. ഹി കെപ്റ്റ് എ സെർവൻറ്റ് ടു ലുക്ക് ആഫ്റ്റർ ദ ക്യാമൽസ് ആൻഡ് എവരി ഇയർ ദ സെർവൻറ്റ് ഗേവ് ഹിം എ ബേബി ക്യാമൽ ടു. ഹി കെപ്റ്റ് എ സെർവൻറ്റ്, അദ്ദേഹം ഒരു ജോലിക്കാരനെയും നിയമിച്ചു. സെർവൻ്റ് എന്നാൽ ജോലിക്കാരൻ. ലുക്ക് ആഫ്റ്റർ എന്നാൽ പരിചരിക്കാൻ വേണ്ടി. ദ ക്യാമൽസ് ഒട്ടകങ്ങളെ. ദ എവരി ഇയർ ഓരോ വർഷവും. ദ സെർവൻറ്റ് എന്താണ് ആ ജോലിക്കാരൻ. ഗെയ്വ് നൽകി. ഹിം അദ്ദേഹത്തിന് നൽകി. എ ബേബി ക്യാമൽ ടു ഒരു കുഞ്ഞായിട്ടുള്ള ഒരു ഒട്ടക കുഞ്ഞിനെയും എല്ലാ വർഷവും ആ ജോലിക്കാരൻ അദ്ദേഹത്തിന് നൽകി. He continued to prosper as he sold the camel's milk and the camels. ഒട്ടകങ്ങളുടെ പാൽ വിറ്റുകൊണ്ടും ഒട്ടകങ്ങളെ വിറ്റുകൊണ്ടും അദ്ദേഹം പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. പ്രോസ്പർ എന്നാൽ പുരോഗതി ആർജിക്കുക, ഫലിക്കുക, വർദ്ധിക്കുക, സമ്പന്നമാകുക, ഇതൊക്കെയാണ് അർത്ഥം. ആസ് ഹി സോൾഡ് എന്നാൽ അദ്ദേഹം വിറ്റുകൊണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. സോൾഡ് എന്നാൽ വിറ്റു എന്നുള്ള അർത്ഥമാണ്. The camels were taken every morning to the forest. എല്ലാ ദിവസവും രാവിലെ ആ ഒട്ടകങ്ങളെ കാട്ടിലേക്ക് കൊണ്ടുപോയി. വേർ ടേക്കൺ എന്നാൽ കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. എവരി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ. ടു ദ ഫോറസ്റ്റ് വനത്തിലേക്ക്. വേർ ദേ ഫെഡ് ഓൺ ഫ്രഷ് ലീവ്സ്, ക്രീപ്പേഴ്സ് ആൻഡ് ലോട്ട്സ് ഓഫ് അതർ ഗുഡ് തിങ്സ്. വേർ അവിടെ, ആ കാട്ടിൽ വച്ച്. ദേ ഫെഡ് ഓൺ ഫ്രഷ് ലീവ്സ് അവർ ഇലകൾ ഭക്ഷിച്ചു. ഫീഡ് എന്നാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ഫെഡ്. ഭക്ഷണം കഴിച്ചു ആ വനത്തിൽ വച്ച്. ലീവ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ഇലകളും, ക്രീപ്പേഴ്സ് എന്നാൽ വള്ളികൾ എന്നുള്ള അർത്ഥമാണ്. വള്ളികളും ഇലകളും അവകൾ ആ കാട്ടിൽ വച്ച് ഭക്ഷിച്ചു. ആൻഡ് ലോട്ട്സ് ഓഫ് അതർ ഗുഡ് തിങ്സ് ഒരുപാട് മറ്റുള്ള നല്ല വസ്തുക്കളും. എ ലേക്ക് നിയർ ബൈ ഗേവ് ദം ഇനഫ് വാട്ടർ ടു ഡ്രിങ്ക്. എ ലേക്ക് ഒരു തടാകം, അതല്ലെങ്കിൽ പൊയ്ക, ഇതൊക്കെയാണ് അർത്ഥം. നിയർ ബൈ എന്നാൽ അടുത്തുള്ള. ഗേവ് നൽകി. ദം അവർക്ക് നൽകി. അവിടെ അടുത്തുള്ള ഒരു തടാകം. ഇനഫ് വാട്ടർ ധാരാളം വെള്ളം. ടു ഡ്രിങ്ക് കുടിക്കാൻ. അടുത്തുള്ള ഒരു തടാകം അവർക്ക് കുടിക്കാൻ ധാരാളം വെള്ളവും നൽകി. ആൻഡ് ദേ കെയിം ഹോം ഇൻ ദ ഈവനിങ് ലെഡ് ബൈ ദ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ആൻഡ് ദേ കെയിം ഹോം അങ്ങനെ ഭക്ഷണം കഴിച്ച് അവർ വീട്ടിലേക്ക് വരുന്നു. ഇൻ ദ ഈവനിങ് വൈകുന്നേരം. ലെഡ് ബൈ നയിക്കപ്പെടുന്നതിനാൽ എന്നുള്ള അർത്ഥമാണ്. അതായത് എന്താണ്, ലീഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ലെഡ്. ഇതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഇവിടെ എന്താണ് ലീഡ് എന്നാൽ ഇവിടെ അർത്ഥം നയിച്ചു കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. ബൈ ദ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് വിശ്വസ്തനായ ജോലിക്കാരനാൽ. ഫെയ്ത്ത്ഫുൾ എന്നാൽ വിശ്വസ്തനായ എന്നുള്ള അർത്ഥമാണ്. സത്യസന്ധനായ, ഇതൊക്കെയാണ് അർത്ഥം. ആ ഉന്തുവണ്ടി നിർമ്മാണക്കാരൻ ആ മണി കെട്ടിയ ഒട്ടകത്തെ നന്നായി ഇഷ്ടപ്പെട്ടു. ദ ക്യാമൽ വിത്ത് ദ ബെൽ എന്നാൽ മണി കെട്ടപ്പെട്ടിട്ടുള്ള ഒട്ടകം. വാസ് ലൗഡ് എന്നാൽ അതിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ദ മോസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട്. ബൈ ദ കാർട്ട് മേക്കർ ഉന്തുവണ്ടി നിർമ്മാണക്കാരനാൽ. ഇതും ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ദിസ് ഹാഡ് മെയ്ഡ് ദ ക്യാമൽ വെരി പ്രൗഡ് ആൻഡ് വെയിൻ. ദിസ് ഹാഡ് മെയ്ഡ് അത് ആക്കി മാറ്റി. ദിസ് എന്നാൽ ഇത് അദ്ദേഹം ആ കാളവണ്ടി നിർമ്മാണക്കാരൻ ആ ഒട്ടക കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതെന്താണ് അവനെ ആക്കി മാറ്റി. വെരി പ്രൗഡ്. പ്രൗഡ് എന്നതിന് ഇവിടെ അർത്ഥം അഹങ്കാരമുള്ള എന്നുള്ള അർത്ഥമാണ്. വളരെ അഹങ്കാരമുള്ളവനാക്കി മാറ്റി. ആൻഡ് വെയിൻ എന്നാൽ പൊങ്ങച്ചമുള്ള എന്നുള്ള അർത്ഥമാണ്. വളരെ പൊങ്ങച്ചമുള്ളവനും അതുപോലെ വളരെ അധികം അഹങ്കാരമുള്ളവനുമാക്കി മാറ്റി. He thought he was better than all the others and often refused to walk with the herd. He thought അവൻ കരുതി. He was better than all the others മറ്റുള്ള എല്ലാ ഒട്ടകങ്ങളെക്കാട്ടിലും അവനാണ് ഏറ്റവും
ഗുണമുള്ളത്, മെച്ചപ്പെട്ടത് എന്ന് അവൻ കരുതി. ആൻഡ് ഓഫൺ റിഫ്യൂസ്ഡ്, പലപ്പോഴും റിഫ്യൂസ്ഡ്, നിരസിച്ചു, ടു വോക്ക് വിത്ത് ദ ഹേഡ്. ഹേഡ് എന്നാൽ മൃഗങ്ങളുടെ കൂട്ടം എന്നുള്ള അർത്ഥമാണ്. ഒട്ടകക്കൂട്ടത്തോടൊപ്പം നടക്കാൻ അവൻ പലപ്പോഴും വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഹി വുഡ് വാണ്ടർ ഓഫ് ഓൺ ഹിസ് ഓൺ ഓർ ഫോൾ ബിഹൈൻഡ് അതേഴ്സ് സംടൈംസ് എക്സ്പ്ലോറിംഗ് ദ ഫോറസ്റ്റ്. ഹി വുഡ് വാണ്ടർ ഓഫ്. വാണ്ടർ ഓഫ് എന്നാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നുള്ള അർത്ഥമാണ്. അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം അലഞ്ഞു തിരിഞ്ഞു നടക്കുമായിരുന്നു. ഓർ അല്ലെങ്കിൽ ഫോൾ ബിഹൈൻഡ് അതേഴ്സ് സംടൈംസ്. ഫോൾ ബിഹൈൻഡ് എന്നാൽ പിന്നിലാവുക എന്നുള്ള അർത്ഥമാണ്. സംടൈംസ് ചില സമയങ്ങൾ, എന്താണ് ചില സമയങ്ങളിൽ അവൻ മറ്റുള്ളവരുടെ പിന്നിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. എക്സ്പ്ലോറിംഗ് ദ ഫോറസ്റ്റ്, വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട്. ഹിസ് മദർ ആൻഡ് ദ അതർ ക്യാമൽസ് സ്കോൾഡഡ് ഹിം ഫോർ ഗോയിങ് ഓഫ് ഓൺ ഹിസ് ഓൺ. ഹിസ് മദർ ആൻഡ് ദ അതർ ക്യാമൽസ്, അവൻ്റെ അമ്മയും മറ്റുള്ള ഒട്ടകങ്ങളും. സ്കോൾഡഡ്, സ്കോൾഡ് എന്നാൽ ശകാരിക്കുക എന്നുള്ള അർത്ഥമാണ്. സ്കോൾഡഡ് ശകാരിച്ചിരുന്നു, ഹിം അവനെ. ഫോർ ഗോയിങ് ഓഫ് ഓൺ ഹിസ് ഓൺ, അവൻ്റെ തന്നിഷ്ടപ്രകാരം പോകുന്നതിന്. യു മസ്റ്റ് സ്റ്റേ വിത്ത് ദ ഹേഡ് സൺ സെഡ് ഹിസ് മദർ. ഹേഡ് എന്നാൽ കൂട്ടം. യു മസ്റ്റ് സ്റ്റേ, നീ തീർച്ചയായിട്ടും നിൽക്കണം. വിത്ത് ദ ഹേഡ്, കൂട്ടത്തോടൊപ്പം, നീ തീർച്ചയായിട്ടും കൂട്ടത്തോടൊപ്പം നിൽക്കണം. സൺ മകനെ. സെഡ് ഹിസ് മദർ, അവൻ്റെ അമ്മ പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ യു ടു ഗോ അവേ ഓൺ യുവർ ഓൺ. ഇറ്റ് ഈസ് നോട്ട് സേഫ്, ഇത് സുരക്ഷിതമല്ല. ഫോർ യു, നിനക്ക് സുരക്ഷിതമായിട്ടുള്ളതല്ല. ടു ഗോ അവേ, ദൂരെ പോകൽ. ഓൺ യുവർ ഓൺ, നിൻ്റെ ഇഷ്ടപ്രകാരം, നിൻ്റെ തന്നിഷ്ടപ്രകാരം ദൂരെ പോകുന്നത് നിനക്ക് സുരക്ഷിതമല്ല. ദ ഫോറസ്റ്റ് ഈസ് ഫുൾ ഓഫ് ഡേഞ്ചറസ് അനിമൽസ്. ഈ വനത്തിൽ ആകമാനം അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. ആൻഡ് യുവർ ബെൽ ക്യാൻ ബി ഹേർഡ് മൈൽസ് അവേ. ആൻഡ് യുവർ ബെൽ ക്യാൻ, നിൻ്റെ മണിയടി ശബ്ദം എന്താണ്, ക്യാൻ ബി ഹേർഡ്, അത് കേൾക്കാൻ സാധിക്കും. നിൻ്റെ മണിയടി ശബ്ദം കേൾക്കാൻ സാധിക്കും. മൈൽസ് അവേ, ഒരുപാട് മൈലുകൾ അപ്പുറത്ത് നിന്നും. ബട്ട് ദ അരോഗൻറ്റ് ക്യാമൽ ഡിഡിൻറ്റ് പേ എനി അറ്റൻഷൻ ടു ഓൾ ദ ഗുഡ് അഡ്വൈസ് ദാറ്റ് വാസ് ഗിവൺ ടു ഹിം. ബട്ട് പക്ഷേ, ദ അരോഗൻറ്റ് ക്യാമൽ, അഹങ്കാരിയായിട്ടുള്ള ഒട്ടകം, ഡിഡിൻറ്റ് പേ എനി പേ അറ്റൻഷൻ എന്നാൽ കേൾക്കുക, അനുസരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആ അഹങ്കാരിയായിട്ടുള്ള ഒട്ടകം അനുസരിച്ചില്ല. ടു ഓൾ ദ ഗുഡ് അഡ്വൈസ്, എല്ലാ നല്ല ഉപദേശങ്ങളും. ദാറ്റ് വാസ് ഗിവൺ ടു ഹിം, അവന് നൽകപ്പെട്ട ഒരു നല്ല ഉപദേശവും എന്താണ്, നല്ല ഉപദേശങ്ങളൊന്നും അവൻ അനുസരിച്ചില്ല, അതിന് പരിഗണന നൽകിയില്ല. ഹി വെൻറ്റ് അലോങ്, അവൻ തുടർന്നുകൊണ്ടിരുന്നു. ഡൂയിങ് എക്സാക്ട്ലി ആസ് ഹി പ്ലീസ്, പൂർണ്ണമായും അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ അതുപോലെ ചെയ്തുകൊണ്ടേയിരുന്നു. ആഫ്റ്റർ ഓൾ, എന്നിട്ട് പോലും, അങ്ങനെയൊക്കെ ആണെങ്കിലും, ഹി വാസ് ദ ക്യാമൽ വിത്ത് ദ ബെൽ, കഴുത്തിൽ മണിയുള്ള ഒട്ടകം അവനായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, എ ലയൺ വാസ് നിയർ ദ ലേക്ക് ഡ്രിങ്കിങ് വാട്ടർ, ഒരു സിംഹം തടാകത്തിന് അരികെ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ ബെൽ ടിംഗ്ലിംഗ് ആൻഡ് ലുക്ക്ഡ് അപ്പ്. ഹി ഹേർഡ്, അവൻ കേട്ടു, ആ സിംഹം. ദ സൗണ്ട് ഓഫ് ദ ബെൽ ടിംഗ്ലിംഗ്, ടിങ്കിൾ എന്നാൽ കിലുങ്ങുക എന്നുള്ള അർത്ഥം. ആ മണി കിലുങ്ങുന്ന ശബ്ദം അവൻ കേട്ടു. ആൻഡ് ലുക്ക്ഡ് അപ്പ്, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഹി സോ ദ ഹെഡ് ഓഫ് ക്യാമൽസ് കമ്മിങ് ടു ദ ലേക്ക് ടു ഡ്രിങ്ക് ടു. ഹി സോ, അവൻ കണ്ടു. ദ ഹെഡ് ഓഫ് ക്യാമൽസ്, ഒട്ടകക്കൂട്ടങ്ങളെ അവൻ കണ്ടു. കമ്മിങ് ടു ദ ലേക്ക്, തടാകത്തിലേക്ക് വരുന്നതായിട്ട്. ടു ഡ്രിങ്ക് ടു, എന്താണ്, അവറ്റകളും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഒട്ടകക്കൂട്ടങ്ങളും തടാകത്തിലേക്ക് വരുന്നത് അവൻ കണ്ടു. ഹി ഹിഡ് ഹിംസെൽഫ് എമംഗ് ദ ബുഷസ് ആൻഡ് വാച്ച്ഡ് ദം. ഹി ഹിഡ് ഹിംസെൽഫ്, എന്താണ്, അവൻ ഒളിച്ചിരുന്നു, അവനെ ഒളിപ്പിച്ചു വച്ചു. എമംഗ് ദ ബുഷസ്, ആ കാടുകൾക്കുള്ളിൽ.
ആൻഡ് വാച്ച്ഡ് ദം എന്നിട്ട് അവറ്റകളെ ആ ഒട്ടകക്കൂട്ടങ്ങളെ നിരീക്ഷിച്ചു. ഹീ നോട്ടീസ്ഡ് വൺ യങ് ക്യാമൽ അവൻ ഒരു ഇളയ ഒട്ടകത്തെ ശ്രദ്ധിച്ചു. വൺ ഹൂ ഹാഡ് എ ബെൽ എറൗണ്ട് ഹിസ് നെക്ക് കഴുത്തിൽ മണി ഉണ്ടായിരുന്ന ഒരു ഒട്ടകത്തെ. വാസ് വാണ്ടറിങ് അവേ ഫ്രം ദ ഹേർഡ് ഈറ്റിംഗ് ഫ്രഷ് ലീവ് വാസ് വാണ്ടറിങ് അലഞ്ഞുതിരിഞ്ഞു നടക്കുകയായിരുന്ന കഴുത്തിൽ മണിയുള്ള ഒട്ടകം. അവേ ഫ്രം ദ ഹേർഡ് എന്താണ് ഹേർഡ് എന്നൊരു കൂട്ടം, ആ കൂട്ടത്തിൽ നിന്നും അകലെയായിട്ട് ഉണ്ടായിരുന്ന ഈറ്റിംഗ് ഫ്രഷ് ലീവ്സ് എന്താണ് ഇലകൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ആ ഒട്ടകം അവൻ ശ്രദ്ധിച്ചു. ദ ക്യാമൽ seemed to have lost his way and soon separated from the herd. The camel seemed to have lost his way. ആ ഒട്ടകത്തെ കണ്ടിട്ട് തോന്നുന്നത് വഴി തെറ്റിയതാണ് എന്നാണ് തോന്നുന്നത്. And soon separated from the herd. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്നും വേർപെട്ടു. അങ്ങനെയാണ് ആ ഒട്ടകത്തെ കണ്ടിട്ട് തോന്നുന്നത്. വിച്ച് വെൻറ്റ് ഓഫ് ഹോം ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ വെള്ളം കുടിച്ചതിന് ശേഷം അത് വീട്ടിലേക്ക് പുറപ്പെട്ടു. ആസ് ദ ക്യാമൽ നിയർഡ് ഹിസ് ഹൈഡിംഗ് പ്ലേസ് ദ ലയൺ ഹൂ ഹാഡ് ബീൻ ഹൈഡിംഗ് ഫോർ സം ടൈം സ്പ്രാങ് ഓൺ ഹിം. ആസ് ദ ക്യാമൽ നിയർഡ് ആ ഒട്ടകം സമീപിച്ചപ്പോൾ, നിയർ എന്നാൽ സമീപിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ആസ് ദ ക്യാമൽ നിയർഡ് ആ ഒട്ടകം സമീപിച്ചപ്പോൾ അല്ലെങ്കിൽ അടുത്ത് ചെന്നപ്പോൾ, ഹിസ് ഹൈഡിംഗ് പ്ലേസ് അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിനടുത്തേക്ക്, ദ ലയൺ ആ സിംഹം, ഹൂ ഹാഡ് ബീൻ ഹൈഡിങ് ഫോർ സം ടൈം അവൻ കുറച്ച് സമയമായിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. ആ സിംഹം ഒളിച്ചിരിക്കുകയായിരുന്ന സിംഹം സ്പ്രാങ് ഓൺ ഹിം, സ്പ്രാങ് എന്നാൽ ചാടി വീണു എന്നുള്ള അർത്ഥമാണ്. ഓൺ ഹിം അവന് നേരെ, ആ ഒട്ടകത്തിന് നേരെ ചാടി വീണു. ഹി പിയേഴ്സ്ഡ് ഹിസ് ഷാർപ്പ് ആൻഡ് പോയിൻറ്റഡ് നെയിൽസ് ഇൻ ദ ക്യാമൽസ് ബോഡി ആൻഡ് കിൽഡ് ഹിം. ഹി പിയേഴ്സ്ഡ്, പിയേഴ്സ് എന്നാൽ കുത്തിയിറക്കുക, കുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് ഷാർപ്പ് ആൻഡ് പോയിൻറ്റഡ് നെയിൽസ് അവൻ്റെ മൂർച്ച കൂടിയ കൂർത്ത നെയിൽസ് നഖങ്ങൾ കുത്തിയിറക്കി. ഇൻ ദ ക്യാമൽസ് ബോഡി ആ ഒട്ടക കുഞ്ഞിൻ്റെ ശരീരത്തിൽ. ആൻഡ് കിൽഡ് ഹിം എന്നിട്ട് അവനെ കൊലപ്പെടുത്തി. മോറൽ ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. പ്രൈഡ് ഓഫൺ ലീഡ്സ് ടു ഡൗൺഫോൾ. ഡൗൺഫോൾ എന്നാൽ ആപത്ത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. പ്രൈഡ് എന്നാൽ അഹങ്കാരം, അഹങ്കാരം പലപ്പോഴും ആപത്തിലേക്ക് നയിക്കും. ഹ്യൂമിലിറ്റി ആൻഡ് ഫോളോവിങ് വൈസ് അഡ്വൈസ് ആർ ക്രൂഷ്യൽ ഫോർ സേഫ്റ്റി ആൻഡ് സക്സസ്. വിനയഭാവവും വിവേകപരമായ ഉപദേശവും പിന്തുടരുക എന്നുള്ളത് സുരക്ഷിതത്വത്തിനും വിജയത്തിനും വളരെ നിർണായകമായതാണ്. വിനയഭാവവും വിവേകപരമായ ഉപദേശവും പിന്തുടരുക എന്നുള്ളത് സുരക്ഷിതത്വത്തിനും വിജയത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹ്യൂമിലിറ്റി എന്നാൽ വിനയഭാവം, വിനയം, ഇതൊക്കെയാണ് അർത്ഥം. ഫോളോവിങ് പിന്തുടരൽ, വൈസ് അഡ്വൈസ് വിവേകപരമായ ഉപദേശം, ക്രൂഷ്യൽ എന്നാൽ നിർണായകമായ, പ്രധാനപ്പെട്ട, ഇതൊക്കെയാണ് അർത്ഥം. സേഫ്റ്റി സുരക്ഷിതത്വം, സക്സസ് വിജയം.